പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് +2 കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൽ വരാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. നമുക്കറിയാം 40 മാർക്കിൻ്റെ അക്കൗണ്ടൻസി പാർട്ട്ണർഷിപ്പ് അക്കൗണ്ടിങ്ങിൽ നിന്നും 20 മാർക്കിൻ്റെ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവുക. അതിലെ പാർട്ട് ബിയിൽ 20 മാർക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ്. അതിൽ ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ട് കണ്ടിട്ടുള്ള ഒരു ഏരിയ, ഒരു ചാപ്റ്ററാണ് ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ആ ഒരു ചാപ്റ്റർ പഠിച്ചാൽ തന്നെ നമുക്ക് 6-7 മാർക്ക് അവിടെ നിന്ന് തന്നെ സ്കോർ ചെയ്യാൻ പറ്റും. അതിൽ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രീവിയസ് ഇയേഴ്സിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ നോക്കുമ്പോൾ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യണത്. ഓക്കെ, അപ്പോൾ അതിൽ ഫസ്റ്റ് ചാപ്റ്ററിൽ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റത്തിൻ്റെ ഓവർവ്യൂ ആണ് പറയുന്നത്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ ഞാനിവിടെ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ അതിൽ ഫസ്റ്റ് പറയുന്നത് CASൻ്റെ ഫീച്ചേഴ്സ്, കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റത്തിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നാണ്. ആ പോയിൻറ്റ്സ് എങ്കിലും പഠിച്ചു വയ്ക്കണം. ഓക്കെ, പോയിൻറ്റ്സ് എഴുതി കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ എക്സ്പ്ലനേഷൻ നിങ്ങളുടെ ഓൺ വേർഡ്സിൽ എഴുതിയാൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. 3 മാർക്കിനൊക്കെയാണ് ചോദിച്ച് കണ്ടിട്ടുള്ളത്. അപ്പോൾ അത് നോക്കുക. ഫീച്ചേഴ്സ് ഓഫ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റം, അതിൽ ഫസ്റ്റ് ഫീച്ചറാണ് സിമ്പിൾ ആൻഡ് ഇൻറ്റഗ്രേറ്റഡ്, സെക്കൻഡ് വൺ ആക്യുറസി, 3 സ്പീഡ്, സ്കാലബിലിറ്റി, റിലയബിലിറ്റി. ഓക്കെ, ഇതിലൊരു മാക്സിമം 4 പോയിൻറ്റ്സ്. ഓക്കെ, 3 മാർക്കിനൊക്കെയാണ് ചോദിച്ച് കണ്ടിട്ടുള്ളത്. 3 മാർക്കിനാണെങ്കിൽ 3 പോയിൻറ്റ് വിത്ത് എക്സ്പ്ലനേഷൻ രീതിയിലായിരിക്കണം എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ തന്നെ പഠിച്ചു പോവുക. CASൻ്റെ ഫീച്ചേഴ്സ് സിമ്പിൾ ആൻഡ് ഇൻറ്റഗ്രേറ്റഡ്, ആക്യുറസി, സ്പീഡ്, സ്കാലബിലിറ്റി ആൻഡ് റിലയബിലിറ്റി. ഓക്കെ, CASൻ്റെ ഫീച്ചേഴ്സ്. ദെൻ കോമ്പണൻസ് ഓഫ് CAS. ഓക്കെ, അതും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉള്ളൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്. കോമ്പണൻസ് ഓഫ് CAS ഏതൊക്കെയാണ് കോമ്പണൻസ് വരുന്നത്? ഫസ്റ്റ് വൺ പ്രൊസീജിയർ, സെക്കൻഡ് വൺ ഡാറ്റ, തേർഡ് വൺ പീപ്പിൾ, നാലാമത്തത് ഹാർഡ്വെയർ, അഞ്ചാമത് സോഫ്റ്റ്വെയർ. ഓക്കെ, അതിൻ്റെയും ഓരോ സെൻറ്റൻസ് എക്സ്പ്ലനേഷൻ പഠിച്ചു വെക്കണം. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ് കോമ്പണൻസ് പറഞ്ഞത്? പ്രൊസീജിയർ, ഡാറ്റ, പീപ്പിൾ, ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ. ഓക്കെ, ഇതൊക്കെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. നിങ്ങൾ പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നോക്കുമ്പോൾ കാണാം. ഫീച്ചേഴ്സ് ഓഫ് CAS, മറ്റേ കോമ്പണൻസ് ഓഫ് CAS. ഓക്കെ, അപ്പോൾ അത് മാർക്കിനനുസരിച്ച് എഴുതാൻ പറ്റണം. ലിസ്റ്റ് ഔട്ട് എന്നുള്ള രീതിയിലൊക്കെ ആണെങ്കിൽ ജസ്റ്റ് പോയിന്റ് മാത്രം ലിസ്റ്റ് ഔട്ട് ചെയ്താൽ മതി. എക്സ്പ്ലെയിൻ എന്നുള്ള രീതിയിലാണെങ്കിൽ എന്ത് ചെയ്യണം? ഒരു സെൻറ്റൻസ് എക്സ്പ്ലനേഷൻ കൊടുക്കണം. പിന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് ടൈപ്സ് ഓഫ് കോഡ്സ്. എല്ലാവർക്കും അറിയുന്നൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ടൈപ്സ് ഓഫ് കോഡ്, കോഡിഫിക്കേഷൻ, ക്ലാസിഫിക്കേഷനിൽ വരുന്നതാണ്. ഓക്കെ, അതിൽ ടൈപ്സ് ഓഫ് കോഡ്സ് ആണ് ചോദിക്കുക. 1 വേർഡ് ചോദ്യമാണ് ചോദിച്ച് കണ്ടിട്ടുള്ളത്. ഓക്കെ, അതിന് പുറമെ ഇപ്പോൾ ഓരോന്നും എന്താണെന്നുള്ള രീതിയിൽ അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചോദിക്കാം. അപ്പോൾ അത് എന്താണെന്നുള്ള രീതിയിൽ എഴുതി വയ്ക്കണം. എന്താണ് അതിൻ്റെ മീനിങ്, എന്താണ് അതിൻ്റെ എക്സാമ്പിൾ, എന്താണ് ആ രീതിയിൽ ടൈപ്സ് ഓഫ് കോഡ്സ് എഴുതണം. ഓക്കെ, ടൈപ്സ് ഓഫ് കോഡ്സിൽ പറയുന്ന 3 ടൈപ്സ് ഓഫ് കോഡ്സ് ആണുള്ളത്. ഒന്ന് സീക്വൻഷ്യൽ കോഡ്, രണ്ടാമത്തെ ബ്ലോക്ക് കോഡ്, മൂന്നാമത്തെ ന്യൂമോണിക് കോഡ്. ഓക്കെ, സെൻറ്റൻസിൽ പറയുന്നുണ്ട്, വായിച്ച് നോക്കുക. ഓക്കെ, സീക്വൻഷ്യൽ കോഡ് എന്ന് പറയുമ്പോൾ ഒരു സീരീസ്, ഒരു സീക്വൻഷ്യൽ ബേസിലായിരിക്കും കോഡ് ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, നമ്പേഴ്സോ ലെറ്റേഴ്സോ അല്ലെങ്കിൽ ബോത്ത് ഓഫ് ദം ആർ അസൈൻഡ് ഇൻ എ കോൺസിക്യൂട്ടീവ് ഓർഡർ. കോൺസിക്യൂട്ടീവ് ഓർഡറിൽ നമ്മൾ എന്ത് ചെയ്യാണ്? നമ്പറായിട്ടോ ലെറ്ററായിട്ടോ അല്ലെങ്കിൽ നമ്പർ രണ്ടും ബോത്ത് നമ്പേഴ്സ് ആൻഡ് ലെറ്റേഴ്സ് എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യാണ്? കോൺസിക്യൂട്ടീവ് ഓർഡറിൽ നമ്മൾ കോഡ് കൊടുക്കുകയാണെങ്കിൽ അതിനെയാണ് സീക്വൻഷ്യൽ കോഡ് എന്ന് പറയുക. അപ്പോൾ CMC01. ഓക്കെ, അങ്ങനെ ഒരു ഓർഡറിൽ അടുത്ത കോഡപ്പം എന്തായിരിക്കും? CM0002. ഓക്കെ, ആ രീതിയിൽ ഇനി അടുത്ത എന്തായിരിക്കും? CM003. അങ്ങനെ ഒരു 1, 2, 3 എന്നുള്ളൊരു ഓർഡറിൽ എന്ത് ചെയ്യുകയാണ്? ഒരു കോൺസിക്യൂട്ടീവ് ഓർഡറിൽ നമ്മൾ കോഡ് കൊടുക്കുകയാണെങ്കിൽ അതിനാണ് സീക്വൻഷ്യൽ കോഡ് എന്ന് പറയുക. ഇനി ബ്ലോക്ക് കോഡ് എന്ന റേഞ്ച് ഓഫ് നമ്പേഴ്സ് വെച്ചിട്ട് കോഡ് കൊടുക്കുകയാണ്. ഓക്കെ, 0 to 10 ഇത്ര ഈ ഐറ്റംസ് ആണ്. ഓക്കെ, ദെൻ 10 to 20 അടുത്ത ഐറ്റംസ് ആണ്. ഓക്കെ, അപ്പോൾ അത് ഇവിടെ പറയുന്നത് 1000 to 999 ടെലിവിഷൻസ്. ഓക്കെ, അങ്ങനെ ഓരോ റേഞ്ച് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ്? കോഡ് കൊടുക്കുകയാണെങ്കിൽ അതിനെയാണ് ബ്ലോക്ക് കോഡ് എന്ന് പറയാം. ദെൻ ന്യൂമോണിക് കോഡ് എന്ന് പറഞ്ഞാൽ ആൽഫബറ്റ്സോ അബ്രീവിയേഷൻസോ ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക? പീസ് ഓഫ് ഇൻഫോർമേഷനെ കോഡിഫൈ ചെയ്യാണ്. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ എന്ത് ചെയ്യാം? മലപ്പുറത്തിന് MLP എന്ന് എഴുതാം, MLPM എന്ന് എഴുതാം. ഓക്കെ, കാലിക്കറ്റിന് CLT എന്ന് എഴുതാം. മാവേലിക്കര ഇവിടെ കൊടുത്തിട്ടുള്ളത് നമുക്ക് റെയിൽവേ സ്റ്റേഷൻ കോഡാണ് പറയുന്നത്. മാവേലിക്കരൻ്റെ റെയിൽവേ സ്റ്റേഷൻ കോഡാണ് MVLK എന്ന് പറയുന്നത്. ദെൻ ചെങ്ങന്നൂരിൻ്റെ CNGR എന്ന് പറയുന്നത്. ഓക്കെ, ആ രീതിയിൽ എന്ത് ചെയ്യാണ്? അബ്രീവിയേഷൻസ് വെച്ചിട്ട് നമ്മൾ കോഡ് കൊടുക്കുകയാണെങ്കിൽ അതിനെയാണ് ന്യൂമോണിക് കോഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് സെക്യൂരിറ്റി ഫീച്ചേഴ്സ് ഓഫ് CASൻ്റെ സെക്യൂരിറ്റി ഫീച്ചേഴ്സ്. ഓക്കെ, മസ്റ്റ് സ്റ്റഡി ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അത്
എന്തായാലും അത് പഠിച്ചിട്ടേ പോകാവും. എന്തായാലും പരീക്ഷയ്ക്ക് ചോദ്യം ഉണ്ടാവുകയും. ഓക്കെ, സെക്യൂരിറ്റി ഫീച്ചേഴ്സ് ഓഫ് CIS ഏതൊക്കെയാണ്? ഒന്ന്, പാസ്വേഡ് സെക്യൂരിറ്റി എക്സ്പ്ലനേഷൻ പഠിച്ചു വയ്ക്കണം. ഒരു സിംഗിൾ സെൻറ്റൻസിൽ പഠിച്ചു വെച്ചാൽ മതി. ഓക്കെ, പാസ്വേഡ് ഈസ് എ കീ ഓർ കോഡ് ടു അലോ ആക്സസ് ടു സിസ്റ്റം ആൻഡ് ഡാറ്റ. ഓക്കെ, രണ്ടാമത്തെ ഡാറ്റ ഓഡിറ്റ്, ഡാറ്റ വോൾട്ട്. ഓക്കെ, മൂന്നെണ്ണത്തിൻ്റെ പേരെങ്കിലും മസ്റ്റായിട്ട് പഠിച്ചിരിക്കണം. നിങ്ങൾ ഓൺ വേർഡ്സിൽ അതിൻ്റെ മീനിങ് എഴുതാൻ പറ്റിയാലും മതി. ഓക്കെ, അപ്പോൾ സെക്യൂരിറ്റി ഫീച്ചേഴ്സ് ഏതൊക്കെയാണ്? പാസ്വേഡ് സെക്യൂരിറ്റി, ഡാറ്റ ഓഡിറ്റ്, ഡാറ്റ വോൾട്ട്. ഓക്കെ, ഇത് പഠിക്കാതെ പോകരുത് കേട്ടോ. ഇനി CISൻ്റെ മെറിറ്റ്സും ഡിമെറിറ്റ്സും ആണ്. അതും നിങ്ങൾക്ക് സ്വന്തമായിട്ട് എഴുതാൻ പറ്റുന്നതാണ്. നിങ്ങൾ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിൽ കമ്പ്യൂട്ടറിൻ്റെ മെറിറ്റും ഡിമെറിറ്റും ഒക്കെ പഠിച്ചിട്ടുള്ള ആൾക്കാരല്ലേ? ഓക്കെ, ആ മെറിറ്റും ഡിമെറിറ്റും നിങ്ങൾ ഓൺ വേർഡ്സിൽ എഴുതിയാൽ തന്നെ അവിടെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇപ്പം മെറിറ്റ്സ് ടൈംലി ജനറേഷൻ ഓഫ് റിപ്പോർട്ട്. ഓക്കെ, കമ്പ്യൂട്ടറിൻ്റെ സഹായത്തോടെ അക്കൗണ്ടിങ് പ്രോസസ്സ് ചെയ്യാണല്ലോ CIS എന്ന് പറയുന്നത്. അപ്പോൾ അതിന് മെറിറ്റ് എന്താണ്? അക്കൗണ്ടിങ് റിപ്പോർട്ട്സ് ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും? ഈസിലി ടൈമിൽ ജനറേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ടൈം സേവ് ചെയ്യാൻ പറ്റും, മണി സേവ് ചെയ്യാൻ പറ്റും. അതൊക്കെ വേണമെങ്കിൽ 2 പോയിൻ്റായിട്ട് എഴുതാം. സേവ് ടൈം, സേവ് കോസ്റ്റ്. ഓക്കെ, അതൊക്കെ സേവ് ടൈം, സേവ് മണി, അതൊക്കെ 2 പോയിൻ്റ്. നമുക്ക് പോയിൻ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ അതെന്ത് ചെയ്യുക? സെപ്പറേറ്റ് ആയിട്ടും എഴുതി വയ്ക്കാം. പിന്നെ ട്രാൻസ്പെറൻസി, റിലയബിലിറ്റി, ആക്യുറസി, ഓക്കെ, അപ്ഡേറ്റഡ് ഇൻഫോർമേഷൻ, ഇതൊക്കെ ആൻഡിട്ടിട്ട് എഴുതിയതൊക്കെ എന്ത് ചെയ്യാം? സെപ്പറേറ്റ് ഓരോ പോയിൻറ്റ്സ് ആയിട്ട് എഴുതിയാലും നിങ്ങൾക്ക് അവിടെ ഓരോ പോയിൻറ്റിന് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ ഒരു 4 പോയിൻറ്റ്സ് അവിടെ മെറിറ്റ് പഠിച്ചു വയ്ക്കണം. അതേപോലെ തന്നെ ഡിമെറിറ്റ്സിൽ പറയുന്നത് ഹെവി കോസ്റ്റ് ഓഫ് ഇൻസ്റ്റാൾ ചെയ്യാൻ എന്താണ്? കോസ്റ്റ് കൂടുതലാണ്, ചിലവ് കൂടുതലാണ്. പിന്നെ ത്രെഡ് ഫ്രം ഹാക്കേഴ്സിൽ നിന്നുള്ള ഭീഷണി, ത്രെഡ് ഉണ്ട്. പിന്നെ ചാൻസസ് ഓഫ് ഡാറ്റ ലോസ് ഡ്യൂ ടു വേരിയസ് റീസൺസ്. നമ്മൾ ഓൾറെഡി എൻ്റർ ചെയ്തിട്ടുള്ള ഡാറ്റ എന്താണ്? ലോസ് ആവാനുള്ള സാധ്യത എന്താണ്? കൂടുതലാണ്. ഓക്കെ, അതാണ് ചാൻസസ് ഓഫ് ഡാറ്റ ലോസ്. ദെൻ എക്സ്റ്റെൻസീവ് യൂസ് ഓഫ് കമ്പ്യൂട്ടർ മേ ലീഡ് ടു ഹെൽത്ത് പ്രോബ്ലംസ്. ഓക്കെ, കൂടുതലായിട്ട് നമ്മൾ CIS ചെയ്യുന്നത് കമ്പ്യൂട്ടറിൻ്റെ സഹായത്തോടെയാണ്. അതുകൊണ്ട് തന്നെ ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. ഓക്കെ, അപ്പോൾ അത്രയൊക്കെയാണ് ഡിമെറിറ്റ്സ് പറയുന്നത്. അപ്പോൾ ഞാനിതിൽ ഈ ഫസ്റ്റ് ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞത് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ ഇപ്പം നമ്മൾ പറഞ്ഞിട്ടുള്ള ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ പറഞ്ഞെന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ CISൻ്റെ ഫീച്ചേഴ്സ്, ദെൻ സെക്കൻഡ് വൺ CISൻ്റെ കോമ്പണൻസ്, ടൈപ്സ് ഓഫ് കോഡ്സ്, ദെൻ സെക്യൂരിറ്റി ഫീച്ചേഴ്സ്. മസ്റ്റ് സ്റ്റഡിയാണ് സെക്യൂരിറ്റി ഫീച്ചേഴ്സ് കേട്ടോ. സെക്യൂരിറ്റി ഫീച്ചേഴ്സ്, ദെൻ CISൻ്റെ മെറിറ്റ്, CISൻ്റെ ഡിമെറിറ്റ്സ്. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇത്രയാണ് ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിക്കേണ്ടത്, ഇമ്പോർട്ടൻ്റ് എന്നുള്ള രീതിയിൽ പഠിക്കേണ്ടത്. ബാക്കി ടോപ്പിക്സുകളുണ്ട്, അതും കൂടെ റെഫർ ചെയ്തിട്ട് പഠിക്കാം. ഓക്കെ, അപ്പോൾ താങ്ക് യു.